ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖം തന്നെയെന്ന് വിചാരിക്കുന്നു. ഞാനിവിടെ സുഖം തന്നെ കേട്ടോ. ഇന്ന് ഞാൻ നെല്ലിക്ക കൊണ്ട് ഒരു കുറുക്ക് കളനാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നമ്മുടെ സാധാരണ നെല്ലിക്ക ഉണ്ടല്ലോ, നല്ല ഹെൽത്തി ആയിട്ടുള്ള നെല്ലിക്കയല്ലേ, അപ്പോൾ അതുകൊണ്ട് ഒരു കളനാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഈ കളൻ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം കേട്ടോ. എങ്ങനെയാണ് ഈ നെല്ലിക്ക കൊണ്ട് കളൻ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 5-6 നെല്ലിക്ക എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. സാധാരണ നമ്മുടെ നെല്ലിക്ക ഉണ്ടല്ലോ, ആ നെല്ലിക്ക. ഈ നെല്ലിക്ക ഞാൻ ഉപ്പിലിട്ട നെല്ലിക്കയായിരുന്നു കേട്ടോ. ഞാൻ പെട്ടെന്നാണ് ഐഡിയ ഇട്ടത്, അതുകൊണ്ടാണ് ഞാൻ ഉപ്പിലിട്ട നെല്ലിക്ക എടുത്തത്. നിങ്ങൾക്ക് സാധാരണ ഫ്രഷ് നെല്ലിക്ക കൊണ്ട് ഉണ്ടാക്കാം കേട്ടോ. നെല്ലിക്ക ഇതുപോലെ പൊളിച്ച് ഉണ്ടാക്കാം. വേണമെങ്കിൽ ഒന്ന് പുഴുങ്ങി ഒന്ന് വേവിച്ചെടുത്തിട്ട് ഒന്ന് സ്റ്റീം ചെയ്ത് വേവിച്ചെടുത്തിട്ടും ഇങ്ങനെ ഉണ്ടാക്കാം. ഞാൻ പെട്ടെന്നായതുകൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ ഇപ്പോൾ കടയിൽ പോയി വാങ്ങിക്കാനൊക്കെ ബുദ്ധിമുട്ടല്ലേ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഉപ്പിലിട്ട നെല്ലിക്കയാണ് ഞാൻ എടുക്കുന്നത്. അതുകൊണ്ട് അത് കുറച്ചൊന്ന് പാകമായി ഉണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ ഞാൻ വേവിക്കാനൊന്നും പോയില്ല. എന്തായാലും വേവിക്കേണ്ടതല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അധികം വേവിച്ചില്ല. ആദ്യമേ വേവിച്ചില്ല. നിങ്ങൾക്ക് ഫ്രഷ് നെല്ലിക്കയാണെങ്കിൽ വേണമെങ്കിൽ ഒന്ന് സ്റ്റീം ചെയ്തെടുത്തിട്ട് വേവിക്കാം. സ്റ്റീം ചെയ്തെടുത്തിട്ട് ഇതുപോലെ നുറുക്കിയെടുക്കാം. അപ്പോൾ ഞാൻ അതുപോലെ നെല്ലിക്കയൊക്കെ ഇങ്ങനെ നുറുക്കിയെടുത്ത് കൊണ്ടുവന്നു കേട്ടോ. അതിന് ശേഷം ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായപ്പോൾ അതിലേക്ക് 2 ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. വെളിച്ചെണ്ണ ചൂടായപ്പോൾ അതിലേക്ക് 2 വെളുത്തുള്ളി കീറിയത് ഇട്ട് കൊടുത്തു കേട്ടോ. വെളുത്തുള്ളി ഒന്ന് പതുക്കെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഒരു 5-6 ചുവന്നുള്ളി ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട്, അങ്ങനെ ഒരുപാട് ഇങ്ങനെ മൂപ്പിച്ചെടുക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുത്തു. അതിനുശേഷം അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. ഒന്ന് നല്ലപോലെ പച്ചമണം പോകുന്നത് വരെ നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ടോ. അതിനുശേഷം നമ്മൾ നുറുക്കി വെച്ചിരുന്ന നെല്ലിക്ക ഉണ്ടല്ലോ, ആ നെല്ലിക്ക ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കേട്ടോ. നെല്ലിക്കയിലെ മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി, ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്തു കേട്ടോ. ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി. അപ്പോൾ നെല്ലിക്കയിൽ ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും എല്ലാം പിടിക്കുമല്ലോ. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു. അടി പിടിക്കാണ്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുത്തു. അതിനുശേഷം വേവാനായിട്ട് 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു കേട്ടോ. 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ഇളക്കി ഒന്ന് അടച്ചു വെച്ച് വേവിക്കാൻ വെച്ചു കേട്ടോ. അതിനുശേഷം അടുപ്പ് തുറന്നു. അത് നല്ലപോലെ തിളച്ചു കേട്ടോ. നല്ലപോലെ തിളച്ച് വേവാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നല്ലപോലെ തിളച്ചു. സാധാരണ നമ്മൾ നെല്ലിക്ക കൊണ്ട് ചമ്മന്തി ഉണ്ടാക്കും, ചട്നി ഉണ്ടാക്കും, അച്ചാറുണ്ടാക്കും, ഉപ്പേരിയിടും, പലതരം വിഭവങ്ങൾ ഉണ്ടാക്കുവാറുണ്ടല്ലോ. അതുമാതിരി നമുക്ക് നെല്ലിക്ക കൊണ്ട് കാളനും ഉണ്ടാക്കാം. കാളനെന്നോ എരിശ്ശേരിയെന്നോ എങ്ങനെ വേണമെങ്കിലും പറയാം കേട്ടോ. അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ വറ്റി വന്നപ്പോൾ ഞാൻ അതിലേക്ക് മോരാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. മോരാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഒന്ന് കുറുക്കിയെടുക്കുന്നുണ്ട്. തൈരാണെങ്കിൽ നമുക്കങ്ങനെ കുറുക്കേണ്ട ആവശ്യമില്ല. മോരാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് ഞാനൊന്ന് നല്ലപോലെ കുറുക്കിയെടുക്കുന്നുണ്ട്. കുറുക്ക് കാളൻ. സാധാരണ നമ്മൾ ഓണത്തിനൊക്കെ നേന്ത്രക്കായ, ചേനയൊക്കെ വെച്ച് നമ്മൾ മോരൊഴിച്ച് കുറുക്കിയെടുക്കില്ലേ, അതുമാതിരി നമുക്കൊന്ന് കുറുക്കിയെടുക്കാം കേട്ടോ. ഈ മോരൊഴിച്ച് അങ്ങനെ പിരിയൊന്നുമില്ല. വെറുതെ പറയുന്നതാണ് മോരൊഴിച്ച് പിരിയുന്നൊക്കെ. അങ്ങനെ പിരിയൊന്നുമില്ല. നമുക്ക് മോരൊഴിച്ച് നല്ലപോലെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇതാ കണ്ടോ, നല്ലപോലെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ നെല്ലിക്കയ്ക്കുണ്ടല്ലോ ഒരു കയ്പ്പും പുളിയും മധുരമൊക്കെ ഉള്ളതല്ലേ. കയ്ക്കും പുളിക്കും കടുകട മധുരിക്കും കണ്ണിമേൽ ഉണ്ണിമാങ്ങ എന്നല്ലേ സാധാരണ നെല്ലിക്കയ്ക്ക് ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ. അതുകൊണ്ട് നമുക്കൊരു കറി ഉണ്ടാക്കി കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. ഇതാ നല്ലപോലെ വെന്ത് പാകാവാൻ തുടങ്ങിയിട്ടുണ്ട്. നെല്ലിക്കയൊക്കെ മോരൊക്കെ ഒഴിച്ചത് അതിന് കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. തേങ്ങയും ജീരകവും പച്ചമുളകും കൂടി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി ചേർത്ത് കൊടുത്തു. വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ടോ. അപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. കാരണം മൺചട്ടിയല്ലേ, മൺചട്ടിയിലിരുന്ന് ഒന്ന് നല്ലപോലെ കുറുകി പാകമായിക്കോളും. ആ തേങ്ങയുടെ പച്ചമണം പോകുന്നത് വരെയൊക്കെ നല്ലപോലെ ഒന്ന് ഇളക്കി കുറച്ച് നേരം ഇളക്കി എടുത്തു കേട്ടോ. അടി പിടിക്കാണ്ട് ഇങ്ങനെ ഇളക്കി. അത് നല്ലപോലെ തിളച്ചുകൊണ്ടിരിക്കുന്നത്. ഫ്ലെയിം ഞാൻ ഓഫ് ചെയ്തതാണ്. അപ്പോൾ തേങ്ങയുടെ പച്ചമണം മാറുന്നത് വരെയൊക്കെ നല്ലപോലെ ഒന്ന് ഇളക്കി എടുത്തു കേട്ടോ.
സാധാരണ നേന്ത്രക്കായും ഇതൊക്കെ വെക്കുന്ന മാതിരിയൊക്കെ തന്നെയാണ്. ഇതാ തേങ്ങ ചേർത്ത് നല്ലപോലെയൊക്കെ ഇളക്കി പാകമാക്കി എടുത്തു കേട്ടോ. അതിനുശേഷം അതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് വെളുത്ത കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. 1/2 ടീസ്പൂണ് വെളുത്ത കുരുമുളക് പൊടിയും ഒരു നുള്ള് ഉലുവ വറുത്ത് പൊടിച്ചതും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തു കേട്ടോ. വീണ്ടും നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചു. അതിനുശേഷം അതിലേക്ക് വറവിട്ട് കൊടുക്കണ്ടേ. ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച് ചൂടായപ്പോൾ അതിലേക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് 1 സ്പൂണ് കടുകും 2 വറ്റൽമുളകും കരിവേപ്പിലയൊക്കെ ചേർത്ത് വറുത്തിട്ട് ഒന്ന് ചൂടാറിയപ്പോൾ ഒരു 1/2 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയും കൂടിയും ചേർത്ത് കൊടുത്തു കേട്ടോ, ഒരു കളറിന് വേണ്ടിയിട്ട്. അങ്ങനെ നെല്ലിക്ക കാളൻ വറുത്തിട്ടു കേട്ടോ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ്സ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.